നമസ്കാരം. എഴുത്തുകളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങൾ ആ, ആ, ഇ, ഈ, ഉ, ഊ ഇത്രയാണ്. നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ കൂടി ചേർക്കുമ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ആയ്ക്ക് പ്രത്യേകിച്ച് അടയാളമൊന്നുമില്ല. നമ്മൾ പകരം ഒരു വ്യഞ്ജനാക്ഷരം എഴുതുന്നു. ആ എങ്ങനെ എഴുതും? പാ ഇങ്ങനെ ഒരു അടയാളം കൂടെ എഴുതണം. അപ്പൊ പാന്ന് ആ പാ താ വാ കണ്ടോ? അടുത്തതായി ഈക്ക് നമ്മൾ ഒരക്ഷരം എഴുതുകയാണ്. തായില് തീ എന്ന് എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു വള്ളി ഇങ്ങനെ ഇടും. തീ ഈ തീ വി രി തീ എന്താ ഇങ്ങനെ പോവും. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് തായില് തീ എന്ന് പഠിച്ചല്ലോ. ഇങ്ങനെ തീ എന്നാണെങ്കിൽ ഇവിടെ ഒരു ചുരുക്കും കൂടെ നീട്ടും. ഈ തീ നീ വി ലീ മനസ്സിലായോ? ഇനി ഊ ഇങ്ങനെ നോക്കാം. ഊ ഒരക്ഷരത്തിൽ ഊവിന്റെ അടയാളം ചേർക്കാം. തായില് നമ്മൾ ഊന്ന് പറയുമ്പോൾ തൂ എന്ന് പറയണം. അതിലാണ് ഇങ്ങനെ എഴുതും. തൂ നു രു ഊ ലു ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തതായി ഊ തൂ തൂ എഴുതിയല്ലോ. അത് കൂടെ ഇങ്ങനെ പറഞ്ഞു വരും. തൂ ഊ ഊ രു റൂ ഇനി അടയാളങ്ങൾ എങ്ങനെയെന്ന് നോക്കാമോ? ആയ്ക്ക് പ്രത്യേകിച്ച് അടയാളങ്ങളില്ല. ഇങ്ങനെയാണ് മറ്റുള്ള അക്ഷരങ്ങളിൽ ചേർക്കേണ്ട അടയാളം.
ഒരു വള്ളി. ഈ ഊ ഊ നമുക്ക് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കാമോ? ത ത താ. തായിലൊരു വാക്ക് നിങ്ങൾ പഠിച്ചതാണ്. തറ. താ താമര. താമര. ത താ ത തറ. താ താമര. ഇനി അടുത്ത് നമുക്ക് ഈ രണ്ട് അടയാളങ്ങളും ചേർന്ന് വരുന്ന വാക്കുകൾ എഴുതാം. ത തൈന് വള്ളിയിട്ടുമ്പോ തി തി ന തിന. വി ല വില. വരി വരി. വായിൽ വള്ളിയിട്ടപ്പോ വി. രായിൽ വള്ളിയിട്ടപ്പോ രി. തായിൽ വള്ളിയിട്ട തി. തിന വില വരി. അടുത്തതായി ഈ അടയാളം ചേർന്നുള്ള വാക്കുകൾ നോക്കാം. വായില് ചുരുക്കുള്ള വട്ടിലിട്ട പീ. വായിൽ വള്ളിയിട്ട ലി. പീലി. വായിൽ വള്ളിയിട്ട ചുരുക്കുള്ള വള്ളിയിടുമ്പോ വീ. തായിൽ വള്ളിയിടുമ്പോ തി. വീതി. പീലി വീതി. രായില് ചുരുക്കുള്ള വള്ളിയിട്ട രീ. തി. രീതി. പീലി വീതി രീതി. അടുത്തതായി നമുക്ക് ഊ അടയാളം ചേർന്നുള്ള വാക്കുകൾ നോക്കാം. പ എഴുതി ഊ അടയാളം എഴുതുമ്പോ പൂ. ര പുര. ത എഴുതി ഊ അടയാളം എഴുതുമ്പോ തു തുറ തുറ. പുര പുര. തുറ തുറ. ആയില് ഊ അടയാളം എഴുതുമ്പോ പൂ. ല എഴുതി വള്ളിയിടുമ്പോ ലി. പുലി പുലി. പുര തുറ പുലി. ഇന്ന് നമ്മൾ പഠിച്ച അടയാളങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. ആ ആ ഈ ഉ ഊ. ആ അടയാളത്തില് താമര. ഈ അടയാളത്തിൽ വ. ഈ അടയാളം വി ല. ഈ അടയാളത്തിൽ പ എഴുതി പീ ലി. ഊ അടയാളത്തിൽ പൂ എഴുതി ഊ അടയാളം എഴുതി ല എഴുതി വള്ളിയിട്ടപ്പോ ലി. പുലി. താമര വില പീലി പുലി. ഇന്ന് പഠിച്ച വാക്ക് നിങ്ങൾ ഒരിക്കൽ കൂടെ അല്ല ധാരാളം തവണ എഴുതി നോക്കണം. നന്നായിട്ട് കൈകാട്ട് ചെയ്യണം.
ഇന്നത്തേക്ക് ഇത്രയും ക്ലാസ് മതിയാവും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ അക്ഷരങ്ങൾ പഠിക്കാം, വാക്കുകളും പഠിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.